അർജുനായങ്കിയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിൽ പോലീസ് ചോദ്യം ചെയ്ത് 30 പേരെയാണ്. മലപ്പള്ളി കാട്ടാമലയിൽ CPM ലോക്കൽ സെക്രട്ടറിയുടെ വീട്ടിലടക്കം അർജുനായങ്കിക്കായി പരിശോധന നടത്തിയിരുന്നു. ജില്ലയിൽ ഓപ്പറേഷൻ ഗ്രിപ്പിന്റെ ഭാഗമായുള്ള പരിശോധനയും വ്യാപകമാണ്. 18 പേരാണ് ജില്ലയിൽ ഇതുവരെ അറസ്റ്റിലായത്. പ്രവീൺ പുരുഷോത്തമൻ പോലീസ് പത്തനംതിട്ട പരിശോധിക്കുമ്പോൾ അർജുനായങ്കിയും സുഹൃത്തുക്കളും കണ്ണൂർ തളിപ്പറമ്പ് ഭാഗത്ത് ഇങ്ങനെ കറങ്ങി നടപ്പുണ്ടായിരുന്നു. അതാണ് ഇന്നലെ രാജു അബ്രഹാം ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നത് അല്ലേ? ഇപ്പോൾ എങ്ങനെയാണ് ഓപ്പറേഷൻ ഗ്രിപ്പിന്റെ തെരച്ചിൽ പത്തനംതിട്ട ജില്ലയിൽ? അരുൺ, പത്തനംതിട്ട മല്ലപ്പള്ളി കാട്ടാമലയിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അർജുനായങ്കിക്കായി പോലീസ് സംഘം പരിശോധന നടത്തിയത്. അവിടെ 60 വീടുകളുള്ള ഒരിടത്തേക്കാണ് പോലീസ് എത്തിയത്. 4 വീടുകളിൽ പരിശോധന നടത്തിയപ്പോഴേക്കും CPIM DYFI പ്രവർത്തകർ വീഡിയോ ചിത്രീകരിച്ചു. അതിനെ തുടർന്ന് പോലീസ് പിൻവാങ്ങുകയായിരുന്നു. ഇന്നലെ അർജുനായങ്കിക്കായി ആ വീടുകളിൽ പരിശോധന നടത്തിയതിനെതിരെ CPIM ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചത് അർജുനായങ്കി പിടിയിലായതിനു ശേഷമാണ് പോലീസ് സംഘം കാട്ടാമലയിലേക്ക് എത്തി അവിടെ വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തിയത് എന്നുള്ളതായിരുന്നു. 25ഓളം രഹസ്യ വിവരങ്ങൾ അർജുനായങ്കിയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപകമായ തിരച്ചിലിലേക്ക് പോയത്. ഇപ്പോൾ ഈ മല്ലപ്പള്ളി കാട്ടാമലയിൽ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വീട്ടിലടക്കം അവിടെ പരിശോധന നടത്തി. DYFI പ്രാദേശിക നേതാക്കളുടെ വീട്ടിലും പരിശോധന നടത്തി. അതാണ് CPIM ജില്ലാ നേതൃത്വത്തിന് വലിയ അമർഷത്തിനിടയാക്കിയത്. അവിടെ വീടുകളൊക്കെ സാധാരണക്കാരുടെ വീടുകളാണ്. വീടുകൾക്കൊന്നും അടച്ചുറപ്പില്ല. അപ്പോൾ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ എങ്ങനെയാണ് അർജുനായങ്കിയെ അവിടെ ഒളിപ്പിക്കുക എന്നൊരു ചോദ്യമൊക്കെ CPIM ജില്ലാ നേതൃത്വം ചോദിച്ചിരുന്നു. അവിടെ 30 പേരെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അർജുനായങ്കിയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം ഊർജിതമായിട്ട് തുടരുകയാണ്. ഓപ്പറേഷൻ ഗ്രിപ്പ് പ്രകാരം 18 പേരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 39 പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ ഗ്രിപ്പ് പ്രകാരം 1926 വാഹനങ്ങളാണ് പരിശോധിച്ചത്. അങ്ങനെ ഓപ്പറേഷൻ ഗ്രിപ്പും വളരെ സജീവമായി പത്തനംതിട്ട ജില്ലയിൽ തുടരുന്നു. അങ്ങനെ ഗുണ്ടകളെ മുഴുവൻ അടിച്ചമർത്തട്ടെ. ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നത് പോലെ ഗുണ്ടകളുടെ പറുദീസയല്ല കേരളം എന്നുള്ളത് ആഭ്യന്തര വകുപ്പ് ഉറപ്പുവരുത്തട്ടെ.